നിങ്ങളൊരു ഫീമെയിൽ ഡോഗ് ആണ്, അയ്യോ സോറി നിങ്ങളൊരു ഫീമെയിൽ ഡോഗ് പാരന്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ മെയിൽ ഡോഗും ഫീമെയിൽ ഡോഗും വെച്ച് നോക്കുമ്പം ഫീമെയിൽ ഡോഗിന് കുറച്ചൊരു കെയറിൻ്റെ ആവശ്യം കൂടുതലാണ്. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. സോ ആ ഒരു സമയത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി അവർ ഭയങ്കരമായിട്ട് ടയേർഡായിരിക്കും. അതുകൊണ്ട് ഒരു എക്സ്ട്രാ കെയർ എപ്പോഴും നമ്മൾ ഫീമെയിൽ ഡോഗിന് കൊടുക്കണം. അപ്പോൾ ലാവിയുടെ ഹീറ്റിൻ്റെ ടൈമിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ കൊല്ലത്തിൽ 2 തവണ 6 മാസം കൂടുമ്പോഴാണ് ഇവർക്ക് ഹീറ്റ് സൈക്കിൾ വരുന്നത്. ഇത് ബ്രീഡിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. ഓൾ ബ്രീഡ് ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ കൊല്ലത്തിൽ ഒരു 3 തവണയൊക്കെ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ജയൻറ്റ് ബ്രീഡ് ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ കൊല്ലത്തിൽ 1 തവണ ഹീറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലാവിക്കൊക്കെ ഇവിടെ കൊല്ലത്തിൽ 2 തവണയാണ് ഹീറ്റ് വരാറുള്ളത്. ഈ ഒരു സമയത്ത് ലാവിനെ കെയർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലാവിയുടെ മെൻ്റൽ ഹെൽത്ത് അത്ര ശരിയല്ല, കുറച്ച് ദേഷ്യമായിരിക്കും ആ സമയത്ത്. ഒറ്റയ്ക്കിരിക്കാനാണ് ലാവിക്ക് ഇഷ്ടം. നമ്മൾ കൂടെ പോയി ഇരുന്ന് മസാജ് ഒന്നും ചെയ്ത് കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ലിയോ അടുത്തേക്ക് പോകുന്നതേ അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ലിയോന് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് ദേഷ്യമാണ് ഹീറ്റിൻ്റെ ടൈമിൽ ലാവിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ചില സമയത്ത് ലാവി നല്ലപോലെ ഫുഡ് കഴിക്കും, ഭയങ്കര വിശപ്പായിരിക്കും. ചില സമയത്ത് ലാവിക്ക് ഒട്ടും വിശപ്പ് ഉണ്ടാവില്ല. അത് അവളുടെ മൂഡിനനുസരിച്ചാണ്. അപ്പോൾ അവളുടെ മൂഡ് മാറ്റാനായിട്ട് അവളെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ടോയ്സ് വെച്ച് കളിക്കും, ഇഷ്ടപ്പെട്ട ഫുഡുകൾ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ലാവിയുടെ മൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് ലാവിയുടെ ഒരു മെൻ്റൽ കണ്ടീഷൻ. പിന്നെ ഹീറ്റിൻ്റെ ടൈമിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ബ്ലീഡിങ് ആണ്. എന്ന് കരുതിയിട്ട് നമുക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ ഒരു ഓവർഫ്ലോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. ബ്ലഡ് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ ആ ഒരു ഏരിയ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇൻഡോറിലൊക്കെയാണ് നിങ്ങൾ ഫീമെയിൽ ഡോഗിനെ വളർത്തുന്നതെങ്കിൽ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവർക്കിപ്പോൾ പാഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ ലാവി ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. വേറെ ഒന്നുമല്ല, ഇവർക്ക് ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഡെയിലി 2 നേരം വെച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒരു തുണി വെച്ചിട്ട് അവരുടെ പ്രൈവറ്റ് പാർട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മളത് ശ്രദ്ധിക്കാതെ പോകുമ്പം അവിടെ മാഗറ്റ്സ് ഒക്കെ ഫോം ചെയ്തിട്ട് നല്ലപോലെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനെയൊക്കെ നമുക്ക് കളയാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളത്തിൽ തുണി വെച്ച് തുടച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്ടീരിയാസും ആ കാര്യങ്ങളൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡെയിലി 2 നേരം വെച്ച് നമ്മളിത് ചെയ്തിരിക്കണം.